ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സൊല്യൂഷൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ റൗൾട്ട്സ് ലോ അല്ലെങ്കിൽ റൗൾ നിയമം എന്ത് എന്നാണ് പഠിക്കേണ്ടത്. ഇതുവരെ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? വാട്ട് ആർ സൊല്യൂഷൻസ്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്? The various concentration terms such as percentage, parts per million, molality, etc. Then the solubility of solutions, solubility of solids in liquids as well as gases in liquids. കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്യാസസ് ഇൻ ലിക്വിഡ്സിൻ്റെ സൊല്യൂബിലിറ്റിയിൽ നമ്മൾ ഹെൻറീസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷൻസും വിശദമായി കണ്ടു. റൗൾട്ട്സ് ലോ പഠിക്കണമെങ്കിൽ ആദ്യം പറയേണ്ടത് വേപ്പർ പ്രഷറിനെ കുറിച്ചാണ്. വേപ്പർ പ്രഷർ കേട്ടിട്ടുണ്ടല്ലേ? എന്താണ് വേപ്പർ പ്രഷർ എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. തന്നിരിക്കുന്ന ചിത്രത്തിൽ അടച്ചു വച്ചിരിക്കുന്ന ഒരു ജാറിൽ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിരിക്കുന്നു. വെള്ളത്തിന് ബാഷ്പീകരണം സംഭവിക്കും. ദാറ്റ് ഈസ് വാട്ടർ വിൽ അണ്ടർഗോ ഇവാപറേഷൻ. Water will be converted to water vapors and the water vapors will exert a pressure on the surface of water. അല്ലേ? പ്രഷർ എത്രമാത്രം പ്രഷർ വാട്ടർ വേപ്പർ എക്സേർട്ട് ചെയ്യുന്നുണ്ട് എന്നറിയാൻ ഞാൻ ജാറിൻ്റെ സൈഡിൽ ഒരു മാനോമീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. മാനോമീറ്റർ എന്താ മാനോമീറ്ററിൻ്റെ ഉദ്ദേശം? ഇറ്റ് മെഷേഴ്സ് ദ ഗ്യാസ് പ്രഷർ. മാനോമീറ്ററിലെ മെർക്കുറി കോളം ഉയരുന്നതിനനുസരിച്ച് വാട്ടർ വേപ്പറിന്റെ അളവ് കൂടുന്നുണ്ട്, പ്രഷർ കൂടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. When the evaporation starts, condensation also begins. സാന്ദ്രീകരണവും തുടങ്ങും. And at a particular stage, rate of evaporation becomes equal to rate of condensation. അപ്പോൾ സിസ്റ്റം ഏതവസ്ഥയിൽ എത്തി എന്ന് പറയുന്നു? ഇക്വിലിബ്രിയം, അതായത് സന്തുലനാവസ്ഥ. സന്തുലനാവസ്ഥയിൽ റേറ്റ് ഓഫ് ഇവാപറേഷൻ ബിക്കംസ് ഈക്വൽ ടു റേറ്റ് ഓഫ് കണ്ടൻസേഷൻ. ഇവാപറേഷന്റെ തോതും കണ്ടൻസേഷന്റെ തോതും തുല്യമാവുന്നു. ആൻഡ് വാട്ടർ H2O ലിക്വിഡ് ബിക്കംസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് H2O ഗ്യാസ്. ഓക്കെ, ഇത്തരത്തിൽ സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ എത്തി എന്നെങ്ങനെ നമുക്ക് തിരിച്ചറിയാം? വാട്ട് ഈസ് ദ എവിഡൻസ്? മാനോമീറ്ററിൽ നോക്കാം. മെർക്കുറി കോളം സ്റ്റഡിയായി നിൽക്കും. അറ്റ് ഇക്വിലിബ്രിയം, ഇഫ് ദ ഇക്വിലിബ്രിയം ഹാസ് റീച്ച്ഡ്, എത്തിയെങ്കിൽ പിന്നെ മാനോമീറ്ററിലുള്ള മെർക്കുറി കോളം ഉയരുന്നതായി കാണില്ല. വാട്ട് ഡസ് ഇറ്റ് മീൻ? ദി എമൗണ്ട് ഓഫ് വേപ്പർ റിമെയിൻസ് കോൺസ്റ്റന്റ്. വേപ്പർ പ്രഷർ റിമെയിൻസ് കോൺസ്റ്റന്റ്. അത്തരമൊരു സന്തുലനാവസ്ഥയിൽ ബാഷ്പം ജലത്തിന്റെ ഉപരിതലത്തിൽ എത്ര മർദ്ദമാണോ ഉണ്ടാക്കുന്നത് ആ പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. സോ ആസ് എ ഡെഫിനിഷൻ വി ക്യാൻ സേ വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ഓർ സൊല്യൂഷൻ. നമുക്ക് സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. സോ ലിക്വിഡിൽ നിന്നും നമ്മൾ പോകേണ്ടത് സൊല്യൂഷൻസിലേക്കാണ്. സോ വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് ഓർ സൊല്യൂഷൻ is the pressure exerted by the vapors എപ്പോ? in equilibrium with the liquid or solution at a particular temperature. Once again, vapor pressure of a liquid or solution is the pressure exerted by the vapors when they are in equilibrium with the liquid or solution at a particular temperature. ഇവിടെ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെയോ ഘടകങ്ങൾ വേപ്പർ പ്രഷറിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നറിയാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതും നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നേച്ചർ ഓഫ് ദ ലിക്വിഡ്. നേച്ചർ ഓഫ് ദ ലിക്വിഡ് ആൻഡ് സെക്കൻഡ് ടെമ്പറേച്ചർ. ആദ്യം നേച്ചർ ഓഫ് ദ ലിക്വിഡ് പറയാം. ഈതർ, അതുപോലെ ആൽക്കഹോൾ, വാട്ടർ, ഈ മൂന്ന് ദ്രാവകങ്ങൾ പാത്രങ്ങളിൽ, തുറന്ന പാത്രത്തിൽ വെച്ചിരിക്കുന്നുവെന്ന് സങ്കല്പിക്കാം. ഏതായിരിക്കും പെട്ടെന്ന്, അല്ലെങ്കിൽ ഏതിനായിരിക്കും പെട്ടെന്ന് ബാഷ്പീകരണം നടക്കുക? വിച്ച് ഇവാപറേറ്റ്സ് ഈസിലി? ഈതർ ആയിരിക്കും. കാരണം എന്താണ്? ഇൻ ഈതർ ദ ഇന്റർ മോളിക്യുലാർ ഫോഴ്സസ്
മോളിക്യൂൾസ് മോളിക്യൂൾസിനിടയിലുള്ള ബലം വളരെ കുറവാണ്. ദേ ആർ വെരി വീക്ക്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഈഥർ ഈസ് ഹൈലി വോളറ്റൈൽ. വെരി വീക്ക് ഇസ് ദ ഇന്റർമോളിക്കുലാർ ഫോഴ്സ്. സോ വീക്കർ ദ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്, എന്ത് സംഭവിക്കും? കൂടുതൽ ലിക്വിഡ് വേപ്പർ ഫോമിലേക്ക് മാറും. ഹെൻസ് ഗ്രേറ്റർ വിൽ ബി ദി വേപ്പർ പ്രഷർ. സോ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് കുറയുന്നതിനനുസരിച്ച്, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലിക്വിഡ് കൂടുതൽ വോളറ്റൈൽ ആണെങ്കിൽ വേപ്പർ പ്രഷർ കൂടുന്നു. ഗ്രേറ്റർ വിൽ ബി ദി വേപ്പർ പ്രഷർ. രണ്ടാമത്തേത് ടെമ്പറേച്ചർ ആണ്. ഗ്രേറ്റർ ദ ടെമ്പറേച്ചർ, യു നോ ദാറ്റ് ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി, ഗതികോർജവും ടെമ്പറേച്ചറും നേരനുപാതത്തിലാണ്. സോ ഇഫ് ഹയർ ദ ടെമ്പറേച്ചർ, ഹയർ ദ കൈനറ്റിക് എനർജി, വളരെ വേഗത്തിൽ മോളിക്യൂൾസ് വാതകാവസ്ഥയിലേക്ക് മാറും. ലിക്വിഡ് മോളിക്യൂൾസ് വാതകാവസ്ഥയിലെത്തും. സോ ഗ്രേറ്റർ വിൽ ബി ദി വേപ്പർ പ്രഷർ. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ്, നേച്ചറും അതുപോലെ തന്നെ ടെമ്പറേച്ചറും. ഇനി നമുക്ക് കാണേണ്ടത് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. വാട്ട് ആർ ലിക്വിഡ് സൊല്യൂഷൻസ്? ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ കണ്ടു 3 തരം ലിക്വിഡ് സൊല്യൂഷൻസ് ഉണ്ട്. സോളിഡ് ഇൻ ലിക്വിഡ്, രണ്ടാമത്തത് ലിക്വിഡ് ഇൻ ലിക്വിഡ്, മൂന്നാമത്തത് ഗ്യാസ് ഇൻ ലിക്വിഡ്. ഇതിൽ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിനെ കുറിച്ച്, അതിന്റെ വേപ്പർ പ്രഷറിനെ കുറിച്ച് പറയുന്നതാണ് ഹെൻറീസ് ലോ. നമ്മൾ വിശദമായി കണ്ടതാണ്. അപ്പം ഇനി നമുക്കത് പഠിക്കേണ്ട. പകരം ബാക്കി 2 ടൈപ്പാണ്, സോളിഡ് ഇൻ ലിക്വിഡും അതുപോലെ ലിക്വിഡ് ഇൻ ലിക്വിഡുമാണ് നമുക്ക് കൂടുതലായിട്ടും കാണേണ്ടത്. സോ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് ലിക്വിഡ് ഇൻ ലിക്വിഡ്. ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ സൊല്യൂട്ടും സോൾവെൻറ്റും ലിക്വിഡ്സ് ആണ്. ഉദാഹരണമായിട്ട് ആൽക്കഹോൾ ഇൻ വാട്ടർ, ആസിഡ് ഇൻ വാട്ടർ, 2 വ്യത്യസ്ത ഓർഗാനിക് ലിക്വിഡ്സ് തമ്മിൽ മിക്സ് ചെയ്യുന്നത്, ടൊളുവിൻ ഇൻ ബെൻസീൻ, ഓക്കെ പറയാം. നമുക്ക് വേണ്ടത് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ നേരത്തെ വേപ്പർ പ്രഷറിന് ഉപയോഗിച്ച അതേ ഡയഗ്രാം ഇവിടെയും നോക്കാം. വേപ്പർ പ്രഷർ ഡിസ്കഷന് വേണ്ടി ഉപയോഗിച്ചത്. ഒരു വ്യത്യാസം മാത്രം, തെർമോസ്റ്റാറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി മാറ്റാൻ ഞാൻ തെർമോസ്റ്റാറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലിക്വിഡിന് പകരം, സിംഗിൾ ലിക്വിഡ്സിന് പകരം സൊല്യൂഷൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ആൽക്കഹോൾ ഇൻ വാട്ടർ സൊല്യൂഷനും രണ്ടാമത്തത് ടൊളുവിൻ ഇൻ ബെൻസീൻ സൊല്യൂഷനും. ഒരിക്കൽ കൂടി, ആൽക്കഹോൾ ഇൻ വാട്ടർ, രണ്ടാമത്തത് ടൊളുവിൻ ഇൻ ബെൻസീൻ സൊല്യൂഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 സൊല്യൂഷനും ജാറിൽ ഇവാപ്പറേറ്റ് ചെയ്യാൻ വെക്കുന്നു. ജാറിന് സൈഡിലായി മാനോമീറ്റർ, വേപ്പർ പ്രഷർ അല്ലെങ്കിൽ ഗ്യാസ് പ്രഷർ അളക്കാൻ മാനോമീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. സോ ദ സൊല്യൂഷൻ, ആൽക്കഹോൾ ഇൻ വാട്ടർ സൊല്യൂഷൻ and toluene in benzene solution both will undergo evaporation, and when the evaporation starts, condensation also begins. At a particular stage, the rate of evaporation becomes equal to rate of condensation. Solution reaches a state of equilibrium. അല്ലേ? ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയായിരുന്നു? മാനോമീറ്ററിലുള്ള മെർക്കുറി കോളത്തിന്റെ ലെവൽ കോൺസ്റ്റന്റ് ആയി മാറുന്നു, which indicates that the vapor pressure remains constant. So ഈ ഇക്വിലിബ്രിയത്തിലുള്ള പ്രഷറിനാണ്, അല്ലെങ്കിൽ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന, സൊല്യൂഷന്റെ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് സിംഗിൾ ലിക്വിഡ്സിന്റെ വേപ്പർ പ്രഷർ ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുക സൊല്യൂഷൻസിന്റെ വേപ്പർ പ്രഷറാണ്. വി ആർ കൺസിഡറിംഗ് വാട്ട്? ദ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻസ്. സോ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻസ് പറയുമ്പം നമ്മൾ സൊല്യൂഷൻസിന്റെ ഘടന കൂടി, അതായത് 2 കമ്പോണന്റ് ബൈനറി സൊല്യൂഷൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ബൈനറി സൊല്യൂഷൻസിന്റെ ഘടന കൂടി, കോമ്പോസിഷൻ കൂടി ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ആൽക്കഹോൾ ഇൻ വാട്ടർ സൊല്യൂഷൻ എടുക്കാം. ആൽക്കഹോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പം ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ടോ? Is there a new chemical compound formed between alcohol and water? No. When they are mixed together, they becomes completely miscible. അല്ലേ?
തമ്മിൽ നന്നായി ഡിസോൾവ് ചെയ്യാണ് ചെയ്യുന്നത് ടു ഫോം ഹോമോജീനസ് മിക്സ്ചേഴ്സ് ഓർ സൊല്യൂഷൻസ്. കെമിക്കൽ കോമ്പൗണ്ട് ഒന്നും അവിടെ ഫോം ചെയ്യുന്നില്ല. ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് in water molecules? Why water is a liquid? Because it has intermolecular hydrogen bonding. Water molecule H2O molecules will form hydrogen through hydrogen bonds. They will be linked together, H2O. Again, this is hydrogen bond, the second hydrogen bond. അങ്ങനെയാണ് the water liquid ആയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആൽക്കഹോൾ മോളിക്യൂൾ ROH എന്ന് റെപ്രസെന്റ് ചെയ്താൽ alcohol molecules, they exist as liquid, again due to intermolecular hydrogen bonding. Weak interactions ആണ് intermolecular hydrogen bonds. അതുകൊണ്ടാണ് through that they are existing in the liquid state. ഇത്തരത്തിലുള്ള ആൽക്കഹോൾ മോളിക്യൂൾസ് വാട്ടറിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ what happens? അവരിലുള്ള intermolecular hydrogen bonds ബ്രേക്ക് ചെയ്യുകയും the alcohol molecules come in between the water molecules forming new intermolecular hydrogen bonds. അതായത് വാട്ടർ മോളിക്യൂൾസിനിടയിലേക്ക് ആൽക്കഹോൾ മോളിക്യൂൾസ് കയറി പുതിയ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്സ് ഫോം ചെയ്യുന്നു. ഓക്കെ, സോ ന്യൂ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്സ് ആർ ഫോംഡ് and hence they are soluble in water. അതുപോലെ ടൊളുവിൻ ഇൻ ബെൻസീൻ സൊല്യൂഷൻ ആണെങ്കിൽ the toluene molecules will go in between the benzene molecules forming very weak intermolecular bonds so that there is no chemical bond formation, chemical reaction between toluene and benzene, and hence they become soluble. ഇത്തരത്തിൽ തമ്മിൽ റിയാക്ട് ചെയ്യാത്ത കംപ്ലീറ്റ്ലി മിസിബിൾ ആയിട്ടുള്ള ഹൈലി വോളറ്റൈൽ ലിക്വിഡ്സിനെ ഇവാപ്പറേറ്റ് ചെയ്യാൻ വെച്ചാൽ ഓരോ കമ്പോണൻറ്റും സെപ്പറേറ്റായി ഇവാപ്പറേറ്റ് ചെയ്യുകയും വേപ്പർ ഫേസിലേക്ക് പോവുകയും ചെയ്യും. ഉദാഹരണത്തിന് ആൽക്കഹോൾ വാട്ടർ മിക്സ്ചർ എടുക്കാം. ഇവിടെ ആൽക്കഹോൾ വാട്ടർ, ബോത്ത് ആൽക്കഹോൾ ആൻഡ് വാട്ടർ ആർ ഹൈലി വോളറ്റൈൽ. സോ വെൻ ദേ ആർ അലൗഡ് ടു ഇവാപ്പറേറ്റ്, alcohol will be separately going into the vapor phase. Similarly, water will be separately going into the vapor phase. Toluene and benzene mixture, if it is allowed to evaporate, toluene molecules will be going into the vapor phase. അതുപോലെ ബെൻസീൻ മോളിക്യൂൾസും സെപ്പറേറ്റ് ആയിട്ട് വേപ്പർ ഫേസിലേക്ക് പോകുന്നതായിരിക്കും. വേപ്പർ ഫേസിലെത്തിയാൽ ഓരോ കമ്പോണൻറ്റും അതിൻ്റേതായിട്ടുള്ള സെപ്പറേറ്റ് വേപ്പർ പ്രഷർ സൊല്യൂഷൻ്റെ സർഫസിൽ എക്സേർട്ട് ചെയ്യുന്നതുമാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൈനറി സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ് വിച്ച് ആർ കംപ്ലീറ്റ്ലി മിസിബിൾ, അതിൻ്റെ വേപ്പർ പ്രഷറിനെ കുറിച്ചാണ്. ഒരിക്കൽ കൂടി, ഏത് തരം ലിക്വിഡ്സ് ആണ് അല്ലെങ്കിൽ ഏത് തരം സൊല്യൂഷൻസ് ആണ്? ദി വേപ്പർ പ്രഷർ ഓഫ് ബൈനറി സൊല്യൂഷൻസ് കണ്ടെയ്നിങ് വോളറ്റൈൽ ലിക്വിഡ്സ്. ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഹെൻറീസ് ലോയും കൂടി വരാൻ സാധ്യതയുണ്ട്. ഹെൻറീസ് ലോയിൽ നമ്മൾ കണ്ടത് ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസ് ആയിരുന്നു. അതായത് ഗ്യാസ് ഇസ് കമ്മിങ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ സൊല്യൂഷൻസ്. ദ ഗ്യാസ് വിൽ എക്സേർട്ട് എ വേപ്പർ പ്രഷർ which is known as the partial pressure, and that partial pressure is directly proportional to the solubility, which is in turn proportional to the mole fraction. അല്ലേ? ഗ്യാസിൻ്റെ സോലുബിലിറ്റി അതിൻ്റെ പാർഷ്യൽ പ്രഷറിനോട് നേർ അനുപാതത്തിലായിരിക്കും. വി ആർ കൺസിഡറിങ് ദ ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസസ് ദർ. ഇവിടെയാണെങ്കിലോ സൊല്യൂഷൻ്റെ, വോളറ്റൈൽ സൊല്യൂഷൻ്റെ ഇവാപ്പറേഷനാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ കൺസെപ്റ്റ് സിമിലർ ആണ്. അവിടെ ഗ്യാസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ സൊല്യൂഷൻ, ഇവിടെയാണെങ്കിലോ വേപ്പേഴ്സ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദി സൊല്യൂഷൻ ആണ്. സോ വെദർ ഇറ്റ് ഈസ് ഗ്യാസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ സൊല്യൂഷൻ ഓർ വേപ്പേഴ്സ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ സൊല്യൂഷൻ, വേപ്പർ പ്രഷർ അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഓർ പാർഷ്യൽ പ്രഷർ ഓഫ് ദി വേപ്പേഴ്സും അതിൻ്റെ സോലുബിലിറ്റിയും തമ്മിൽ റിലേഷൻ ഉണ്ടാവും. ഹെൻറീസ് ലോയിൽ അത് പറഞ്ഞു. So there must be a relation between the partial vapor pressure and the solubility or mole fraction of the component in the solution. ഈ റിലേഷൻ ആദ്യമായി പഠിച്ചത് ഫ്രാങ്കോ റൗൾട്ട് എന്ന സയൻറ്റിസ്റ്റാണ്.
അദ്ദേഹം അത് റൗൾ നിയമം എന്ന പേരിൽ നമുക്ക് തന്നു. സോ റൗൾ നിയമം ആരു തമ്മിലുള്ള ബന്ധമായിരുന്നു? പാർഷ്യൽ വോളറ്റൈൽ ലിക്വിഡ്സിൽ പാർഷ്യൽ പ്രഷറും അല്ലെങ്കിൽ പാർഷ്യൽ വേപ്പർ പ്രഷറും സൊല്യൂഷനിലെ മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള ബന്ധമാണ് റൗൾ നിയമം എന്ന് പറയുന്നത്. സോ വി വിൽ സീ വാട്ട് ഇസ് റൗൾട്ട്സ് ലോ ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ്. ആർക്കാണ് വരുന്നത്? ഓൺലി ഫോർ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ്. The partial vapor pressure of each volatile component of the solution is directly proportional to its mole fraction present in the solution. ഒരിക്കൽ കൂടി, for a solution of volatile liquids, സ്ട്രെസ് ചെയ്യുന്നു volatile liquidsന് മാത്രം. Then ആര് തമ്മിൽ? The partial vapor pressure of each volatile component of the solution is directly proportional to mole fraction of the component present in the solution, and this occurs at a particular temperature. So P ആണ് പാർഷ്യൽ പ്രഷർ എങ്കിൽ, അതുപോലെ കൈ ആണ് സൊല്യൂഷനിലെ കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ എങ്കിൽ, അക്കോർഡിംഗ് ടു റൗൾസ് ലോ P is directly proportional to കൈ. ഇങ്ങനെ എഴുതാം, P is directly proportional to കൈ. Removing the proportionality sign, P is equal to P0 into chi. P is equal to P0 into chi, where P0, കണ്ടോ ഒരു പുതിയ ടേം വന്നു. what is P0? It is the partial pressure of the pure component. എന്താ ഈ പ്യുവർ കമ്പോണന്റ് എന്ന് പറയുന്നത്? സൊല്യൂഷനിലല്ലാതെ ആ കമ്പോണന്റ് മാത്രമായിട്ട് വേപ്പറൈസ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ, ഇവാപ്പറേറ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ, അത് മാത്രം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, അതാണ് പ്യുവർ കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൺ പ്രഷർ, പ്യുവർ പ്രഷർ. ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട്, ഓർ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ P0. ഇനി നമുക്ക് റൗൾട്ട്സ് ലോ കുറച്ചുകൂടി വിശദമായി നോക്കാം. അതിനുവേണ്ടി ഞാൻ 2 വോളറ്റൈൽ ലിക്വിഡ്സ് അടങ്ങുന്ന ഒരു ബൈനറി സൊല്യൂഷൻ കൺസിഡർ ചെയ്യുന്നു. അതിലെ വോളറ്റൈൽ കമ്പോണൻസ്, ഒന്ന് സൊല്യൂട്ട്, അതിനെ 2 എന്നും സോൾവെന്റിനെ 1 എന്നും എടുക്കുന്നു. കമ്പോണന്റ് 1, അതായത് സോൾവെന്റിന്റെ പാർഷ്യൽ പ്രഷറിനെ P1 ആയി എടുത്താൽ അതിന്റെ മോൾ ഫ്രാക്ഷൻ chi1 ആയി എടുക്കാം. അതുപോലെ P2 ആണ് പാർഷ്യൽ പ്രഷർ ഓഫ് ദ കമ്പോണന്റ് 2 സൊല്യൂട്ട് എങ്കിൽ അതിന്റെ മോൾ ഫ്രാക്ഷനെ ഞാൻ chi2 ആയി എടുക്കുന്നു. ഈ 2 കമ്പോണൻസും കൂടി ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ തരുന്ന വേപ്പർ പ്രഷറിനെ P ടോട്ടൽ എന്നും എടുത്തു. ഒരിക്കൽ കൂടി പറയാം. So you are considering a binary solution with 2 volatile liquids containing components 1 and 2. 1 is the solvent and 2 is the solute. Let P1 and P2 be the partial vapor pressures of the 2 components 1 and 2, and mole fractions are chi1 and chi2. Total vapor pressure at this stage is P total. Now we can separately apply Raoult's law. Raoult's law ആരു തമ്മിലായിരുന്നു? പാർഷ്യൽ വേപ്പർ പ്രഷറും സൊല്യൂഷനിലുള്ള കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷനും. സോ ഞാൻ കമ്പോണന്റ് 1ന് റൗൾട്ട്സ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഐ ക്യാൻ ടേക്ക് P1 is directly proportional to chi1, അല്ലേ? Removing the proportionality sign, P1 is equal to P01 into chi1 എന്ന് എഴുതാം. അതുപോലെ for component 2, P2, the partial pressure of the component 2 is directly proportional to chi2. So, P2 is equal to P02 into chi2. Again, what is the total vapor pressure of the solution? There you can apply the Dalton's law of partial pressures. The total vapor pressure is the sum of the partial pressures. Right? Therefore, you can write P total is equal to P1 plus P2. 2 components ആണ്. P1 ഉം P2 ഉം റൗൾട്ട്സ് ലോ പ്രകാരം നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ P total is equal to P01 into chi1 plus P02 into chi2. ഒരിക്കൽ കൂടി P total is equal to P01 into chi1 plus P02 into chi2. ഇനി മോൾ ഫ്രാക്ഷൻസ് 2 കമ്പോണന്റ് ആവുമ്പോൾ
chi1 plus chi2, it will be always equal to 1. നമ്മൾ പഠിച്ചിട്ടുണ്ട്. Therefore, chi1നെ 1 minus chi2 എന്ന് എഴുതിക്കൂടെ? chi1 is equal to 1 minus chi2. ഇത് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So, P total is equal to P01 into chi1 plus P02 into chi2 ആണ്. അതിൽ P01 into chi1 ന്റെ സ്ഥാനത്ത് 1 minus chi2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. So, the equation becomes P01 into 1 minus chi2 plus P02 into chi2. ശരിയല്ലേ? എക്സ്പാൻഡ് ചെയ്യുന്നു. So, this is P01 minus P01 into chi2 plus P02 into chi2. P01 അങ്ങനെ തന്നെ എഴുതി ഞാൻ chi2 പുറത്തെടുക്കുന്നു. കോമൺ ഫാക്ടർ chi2. അപ്പം എന്ത് കിട്ടും? P01 plus P02 minus P01 into chi2. So P total now becomes what? P01 plus P02 minus P01 into chi2 എന്ന് കിട്ടി. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? chi2 അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ കമ്പോണന്റ് 2ന്റെ ടേംസിൽ മാത്രം എനിക്ക് ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ എഴുതാം, അല്ലേ? P total is expressed in terms of what? The mole fraction of any one of the component. ഇവിടെ ഞാൻ chi2 ആണ് എടുത്തിരിക്കുന്നത്. chi1ന്റെ ടേംസിലും പറയാം. എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. P total ഞാൻ chi1ന്റെ ടേംസിലാണ് പറയുന്നതെങ്കിൽ the equation becomes P total is equal to P20 പ്ലസ് ഇവിടെ P10ന്റെ സ്ഥാനത്ത് എന്തായി മാറും? P20 ആവും പ്ലസ് P20 മൈനസ് P10 എന്നത് എന്തായി മാറണം? P10 മൈനസ് P20 the whole into chi1. Once again P20 plus P10 minus P20 into chi1. അത് chi1ന്റെ ടേംസിൽ ഉള്ളതാണ്. സോ ആദ്യത്തെ കൺക്ലൂഷനിലേക്ക് നമുക്ക് അവിടെ എത്താം. അതായത് ടോട്ടൽ വേപ്പർ പ്രഷറിനെ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ടോട്ടൽ വേപ്പർ പ്രഷർ അറിയണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ഏതെങ്കിലും ഒരു കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ അറിഞ്ഞാൽ മതി. ടോട്ടൽ വേപ്പർ പ്രഷർ ഓവർ ദ സൊല്യൂഷൻ ക്യാൻ ബി റിലേറ്റഡ് ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എനി വൺ ഓഫ് ദ കമ്പോണന്റ് ഐദർ chi1 ഓർ chi2 റിലേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് ഈ ഇക്വേഷൻ നോക്കാം. ദിസ് ഇസ് ഓഫ് ദ ഫോം y is equal to mx plus c. ഞാൻ തിരിച്ചെഴുതിയതേ ഉള്ളൂ അതിന്റെ ഫോമിനനുസരിച്ച്. സോ പി ടോട്ടൽ വൈയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നു. ദെൻ mx സ്ലോപ്പ് ഇൻറ്റു എക്സ് എന്ന സ്ഥാനത്ത് P20 മൈനസ് P10 ഇൻറ്റു chi2 ആണ് വന്നിരിക്കുന്നത്. സോ ഈ ഇക്വേഷൻ ക്ലിയർ ആയിട്ട് കാണിക്കുന്നു ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആവുമ്പോൾ നമുക്ക് ഒരു കൺക്ലൂഷനിലും കൂടി എത്താം. അതായത് ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷനുമായി റിലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാറുന്നത്? ലീനിയർ ആയിട്ടാണ് മാറുന്നത്, രേഖീയമായിട്ടാണ്. ദാറ്റ് ഈസ് ദർ വിൽ ബി ഐദർ റെഗുലർ ഇൻക്രീസ് വിത്ത് chi2 ഓർ റെഗുലർ ഡിക്രീസ് വിത്ത് chi2. ഏതെങ്കിലും ഒരു കമ്പോണന്റ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് റെഗുലർ ഇൻക്രീസ് ഉണ്ടാവുമോ ഡിക്രീസ് ഉണ്ടാവുമോ എന്ന് പറയാം. അതുപോലെ കമ്പോണന്റ് 1 ആണെങ്കിലും chi1 ആണെങ്കിലും ഇറ്റ് വേരീസ് ലീനിയർലി വിത്ത് വാട്ട്? chi1, ബോത്ത് chi1 ആൻഡ് chi2. ഇനി റൗൾട്ട്സ് ലോന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കാം. നേരത്തെ നമ്മൾ കണ്ടു P total is equal to P01 plus P02 minus P01 into chi2 ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. y is equal to mx plus c ഫോളോ ചെയ്യുന്ന ഇക്വേഷൻ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഐ എം ടേക്കിംഗ് വേപ്പർ പ്രഷർ എലോങ് ദി y ആക്സിസ് ആൻഡ് മോൾ ഫ്രാക്ഷൻ, അതും ഏതാണ്? chi2 എന്ന മോൾ ഫ്രാക്ഷൻ ഞാൻ x ആക്സിസിൽ എടുക്കുന്നു, chi2 എങ്കിൽ എനിക്കൊരു ലീനിയർ ഗ്രാഫ് കിട്ടും. സ്ട്രേറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ് P20 മൈനസ് P10 ആൻഡ് y ഇന്റർസെപ്റ്റ് ആയിട്ട് ഏത് കിട്ടണം? P1 അല്ലെങ്കിൽ P01 എന്നും കിട്ടും. ഇത്തരത്തിലൊരു ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഗ്രാഫ് ഇൻഡിക്കേറ്റ്സ് ദോസ് സൊല്യൂഷൻസ് വിച്ച് ആർ പെർഫെക്റ്റ്ലി ഒബേയിങ് ദ റൗൾട്ട്സ് ലോ. റൗൾ നിയമം കംപ്ലീറ്റ് ആയിട്ട് അനുസരിക്കുന്ന സൊല്യൂഷൻസിന്റെ ഗ്രാഫാണ്.
ഇത്തരം സൊല്യൂഷൻസിന് നമുക്കൊരു പേര് വിളിക്കാം. ദേ ആർ നോൺ ആസ് ഐഡിയൽ സൊല്യൂഷൻസ്, ആദർശ ലായനികൾ എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇനി ഒരിക്കൽ കൂടി ഗ്രാഫ് എങ്ങനെ വരയ്ക്കാമെന്ന് പഠിക്കണം. ഗ്രാഫില് ഞാൻ നേരത്തെ പറഞ്ഞു വേപ്പർ പ്രഷർ എടുത്തിരിക്കുന്നത് y ആക്സിസിലും മോൾ ഫ്രാക്ഷൻ ഏതിന്റെ മോൾ ഫ്രാക്ഷൻ ആണ്? K2 മോൾ ഫ്രാക്ഷൻ അലോങ് ദി x ആക്സിസുമാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നുകൂടി ആ x ആക്സിസ് നോക്കാം. K2 എന്ന് പറയുന്നത് x ആക്സിസിൽ എടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഇവിടെ K2 വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. K2 വിൽ ബി 0 ആൻഡ് അറ്റ് ദ എൻഡ് K2 എന്നതിന്റെ മാക്സിമം വാല്യൂ എത്രയാ? 1 ആണ് അല്ലെ? സം ഓഫ് ദ മോൾ ഫ്രാക്ഷൻ 1 എക്സീഡ് ചെയ്യില്ല. സോ അറ്റ് ദിസ് പോയിന്റ് K2 വിൽ ബി ഈക്വൽ ടു വാട്ട്? 1. അങ്ങനെയെങ്കിൽ K2 0 ആണെങ്കിൽ അവിടെ K1ന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു വാട്ട്? 1. ആൻഡ് അറ്റ് ദ എൻഡ് when K2 is equal to 1, K1 will be equal to 0. ശരിയല്ലേ? സോ അവിടെ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. സോ വേപ്പർ പ്രഷർ അഗെൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ K2. ഇനി ഗ്രാഫ് സെപ്പറേറ്റ് നോക്കാം. ആദ്യം ഞാൻ P1 is equal to P01 into K1 എന്ന ഇക്വേഷൻ എടുക്കുന്നു. Y is equal to mx എന്ന് പറയുന്ന രൂപമാണ്. സോ അതിൽ K1ന് ഞാൻ 0 എന്ന വാല്യൂ കൊടുക്കുകയാണെങ്കിൽ P1 എന്തായി മാറും? 0 ആയി മാറും. When K1 is equal to 0, P1 is equal to 0. Similarly, when K1 is equal to 1, മാക്സിമം വാല്യൂ കൊടുത്താൽ P1 എന്തായി മാറുന്നു? P0 1 ആയി മാറുന്നു. ഈ ഗ്രാഫ് ഏതാണെന്ന് നോക്കുക. P1ന്റെ ഗ്രാഫാണ്. അതായത് തുടങ്ങുന്നത് എവിടെയാണ്? ഈ റൈറ്റ് ബോട്ടം കോർണറിൽ നിന്നും ഐ എം ഡ്രോയിങ് വാട്ട്? ദ ഗ്രാഫ് അപ്വേർഡ്സ്. സോ P1ന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് P1. അതിന്റെ മാക്സിമം വാല്യൂ എപ്പോഴാണ് കിട്ടുന്നത്? വെൻ K1 is equal to 1 ആവുമ്പോഴാണ്. K1 1 ആവുമ്പോൾ സോ ഇറ്റ് ഈസ് ടച്ചിങ് വാട്ട്? ദ y ആക്സിസ് അറ്റ് വിച്ച് പോയിന്റ്? P1 0. So this indicates which graph? P1. P1 is equal to P0 1 into K1. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തത് P2ന്റെ ഗ്രാഫ് വരയ്ക്കുന്നു. അതിനുവേണ്ടി അതും സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. സോ K2 is equal to 0 ആവുമ്പോൾ P2 0 ആണ്. K2 1 ആവുമ്പോൾ മാക്സിമം ആവുമ്പോൾ P2 എന്തായി മാറും? P0 2 ആയി മാറുന്നു. സോ P2ന്റെ ഗ്രാഫ് സെപ്പറേറ്റ് വരച്ചാൽ കിട്ടുന്നത് എന്താണ്? ഞാൻ K2 0യിൽ തുടങ്ങുന്നു. സോ ഗ്രാഫ് ലീനിയർലി സ്ലോപ്സ് അപ്വേർഡ്സ് അല്ലെ? ഗ്രാഫ് മുകളിലേക്ക് കിട്ടും. മാക്സിമം വാല്യൂ എവിടെയാണ് വരുന്നത്? P2 0യിലാണ്. And when it is P2 0, what is the value of K2? K2 is maximum 1. ഓക്കെ, അങ്ങനെയാണ് ഗ്രാഫിനെ അനലൈസ് ചെയ്യേണ്ടത്. സോ രണ്ട് ഗ്രാഫും സെപ്പറേറ്റ് വരച്ചു, P1ന്റെയും P2ന്റെയും. Now you are joining the 2 points, which points P1 0 and P2 0. When joining, you will get a straight line which is representing what? P total. ഇതാണ് P total എന്ന് പറയുന്നത്. P total, which is P total P1 plus P2. അപ്പോൾ ഇവിടെയാണ് നമുക്ക് P totalന്റെ ഗ്രാഫ് കിട്ടുന്നത്. ഇതിൽ P totalന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഏതായിരുന്നു? P1 0 ആണ്, ഓർ P0 1 ആണ് മിനിമം വാല്യൂ. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താ? P0 2. That is what? The maximum value of the total vapor pressure of the solution. ഇത്തരത്തിലാണ് ഗ്രാഫ് വരയ്ക്കേണ്ടത്. ഞാൻ എടുത്തിരിക്കുന്ന ഈ ഗ്രാഫിൽ ആരുടെ വേപ്പർ പ്രഷറാണ് കൂടുതൽ, അല്ലെങ്കിൽ ഏത് കമ്പോണൻ്റ് ആണ് കൂടുതൽ വോളറ്റൈൽ? ക്ലിയർ ആണ്, P2 എന്ന് പറയുന്ന കമ്പോണൻ്റ് ആണ് മോർ വോളറ്റൈൽ അല്ലേ? അതുകൊണ്ടാണ് P2 0 പ്യുവർ കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷറാണ് P0 2 എന്ന് പറയുന്നത്. ദിസ് ഇസ് ഗ്രേറ്റർ ആൻഡ് P0 1 ഇസ് വാട്ട്? ലെസ്സർ അല്ലേ? അതുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ വന്നത്. തിരിച്ച് P2 എന്ന് പറയുന്നത് ലെസ്സറും P1, അതായത് P1 എന്ന് പറയുന്നത് മോർ വോളറ്റൈൽ ആവുകയായിരുന്നെങ്കിൽ ഗ്രാഫ് നേരെ തിരിച്ച് ഇങ്ങനെ വന്നേനെ. ഗ്രാഫ് വിൽ ബി വാട്ട്? സ്ലോപ്പിംഗ് ലൈക്ക് ദിസ്. സോ യു ക്യാൻ സേ ദാറ്റ് depending on the vapor pressure of the pure components, pure component vapor pressure മാറുന്നതിനനുസരിച്ച് the total vapor pressure of the solution can either increase or decrease.
അതിൽ മാറ്റം വരാം, ഒന്നുകിൽ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ഇവിടെ P1 കുറവായിരുന്നു, P2 കൂടുതലാണ്. സോ ദ ഗ്രാഫ് ഇസ് ലൈക്ക് ദിസ്, അല്ലെങ്കിൽ തിരിച്ചു വരുന്നു. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി വേരിയേഷൻ ഓഫ് ദി വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ കമ്പോണൻസ്, the total vapor pressure can either increase or decrease with increase in mole fraction of chi2. So chi2ന്റെ വേരിയേഷൻ അനുസരിച്ച് നമുക്ക് അവിടെ മറ്റൊരു കൺക്ലൂഷനിലും കൂടി എത്താൻ പറ്റുകയാണ്. So once again, what are the conclusions? So the total vapor pressure of the solution is related to the mole fraction of any one of the component. ഒരു കമ്പോണന്റിന്റെ ബേസിൽ പറയാം. രണ്ടാമത്തത്, the total vapor pressure of the solution varies linearly with the mole fraction of any one of the component. Linear variation. And third one, depending upon the vapor pressure of the pure components, the total vapor pressure over the solution increases or decreases with increase in mole fraction of what? Any one of the component. ഇവിടെ ഞാൻ chi2 ആണ് പറഞ്ഞത്, chi1ന്റെ ടേംസിലും പറയാം. സോ ഇത്രയുമാണ് എന്ത് നമുക്ക് വേണ്ട കൺക്ലൂഷൻസ് എന്ന് പറയുന്നത്. സോ വി ആർ അറൈവിംഗ് അറ്റ് ദീസ് കൺക്ലൂഷൻസ് ഫ്രം ദി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ Raoult's